ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس أوصيكم وإياكم أولا بتقوى الله بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങൾ, വിധിവിലക്കുകൾ, കൽപ്പനകൾ ജീവിതത്തിന്റെ നിഖില സമസ്ത മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിക്കണമേ എന്ന് സ്വയം മറക്കാതെ വിശുദ്ധമായ ഈ വെള്ളിയാഴ്ച ദിവസം ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വിബോധിപ്പിക്കുകയാണ്, ഗൗരവപൂർവ്വം വസിയത്ത് നൽകുകയാണ്. അല്ലാഹുവിന്റെ നല്ല അടിമകളായി ജീവിക്കാനും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുധാവനം ചെയ്യാനും നമുക്കും കുടുംബത്തിനും സന്താനത്തിനുമൊക്കെ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു സഹാബി വന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, വളരെ ചെറിയ രൂപത്തിൽ ചുരുക്കി ചില ഉപദേശങ്ങൾ നിങ്ങൾ നൽകണം. മഹാനായ പ്രവാചകന്റെ സദസ്സുകളിൽ പല സന്ദർഭങ്ങളിലായിട്ട് ഇങ്ങനെ സഹാബത്ത് പല ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ ചോദിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനൊക്കെ കൃത്യമായി മറുപടി കൊടുത്ത് വളരെ സംതൃപ്തിയോടുകൂടിയാണ് പ്രവാചകന്റെ അനുചരന്മാരെയും അതുപോലെ തന്നെ പ്രവാചകനെ സമീപിക്കുന്ന ആളുകളെയും ഒക്കെ തിരിച്ച് പറഞ്ഞേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിനക്ക് 3 ഉപദേശങ്ങൾ നൽകാം. എന്നിട്ട് ആദ്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയോട് പറയുന്നത്, ഇദാ ഖുംതും ഫീ സ്വലാതിക ഫസല്ല സ്വലാത്തി മുവദ്ദിയ. നീ നമസ്കാരത്തിന് നിൽക്കുമ്പോൾ, ഖിയാമിലാകുമ്പോൾ, നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ നിന്റെ ജീവിതത്തിലെ അവസാനത്തെ നമസ്കാരമാണെന്നുള്ള നിയ്യത്തോടുകൂടി നിൽക്കും. അതാണ് നിനക്ക് നൽകാനുള്ള ഒന്നാമത്തെ ഉപദേശമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടാമത്തെ കാര്യം പറയുന്നു, വല തുകല്ലിം ബികലാമിൻ തഖ്തദിറു മിൻഹു. നീ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ നാളെ ക്ഷമ ചോദിക്കേണ്ട അവസ്ഥ വരുന്ന കാര്യങ്ങൾ പറയാതിരിക്കുക. ക്ഷമിക്കണം, പൊറുക്കണം എന്ന് പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇല്ലാതിരിക്കുക എന്ന് റസൂലുള്ളാഹി പറയുകയാണ്. മൂന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ജനങ്ങളുടെ കയ്യിലുള്ളത് ആഗ്രഹിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കയ്യിൽ പലതും ഉണ്ടാകാം, സമ്പത്തുണ്ടാകാം, വസ്തുക്കൾ ഉണ്ടാകാം, പലതും ഉണ്ടാകാം. അതെല്ലാം എനിക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് ദുരമൂത്ത് മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും ജീവിതത്തിൽ നിരാശയാണ് ഉണ്ടാകുന്നത്. ആദ്യമായി പ്രവാചകൻ വിടവാങ്ങുന്നത് പോലെ നമസ്കരിക്കുക. എന്താണ് വിടവാങ്ങൽ? ഈ വലിയ പള്ളി വിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകുന്ന കാര്യമാണോ? ഈ ദുനിയാവിലെ ജീവിതം അവസാനിച്ച് റൂഹിനെ അല്ലാഹു പിടിച്ച് കൊണ്ടുപോകുമെന്നുള്ള ചിന്തയോടുകൂടി ഇതെന്റെ അവസാനത്തെ നമസ്കാരമാണ്, ഇന്ന് വൈകുന്നേരം എന്റെ ജനാസയാണ്, ഈ പ്രദേശത്തുള്ളവർ നമസ്കരിക്കുക എന്നുള്ള ചിന്തയോടുകൂടി ഒരാൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ ആ നമസ്കാരത്തിന് വല്ലാത്തൊരു ഖുശൂആയിരിക്കും, വലിയൊരു ഭയഭക്തിയായിരിക്കും. പലപ്പോഴും നമ്മളൊക്കെ ആളുകളോട് ആശങ്ക പറയാറ്, പലപ്പോഴും പങ്കുവെക്കുന്ന ഒരു കാര്യം, നമസ്കരിക്കുന്നു പക്ഷെ എന്താണെന്നറിയില്ല, ഒരു ഖുശൂ കിട്ടുന്നില്ല, ഒരു ഈമാൻ കിട്ടുന്നില്ല, ഒരു ഭക്തി ലഭിക്കുന്നില്ല. റമദാനിലൊക്കെ നമസ്കരിക്കുമ്പോൾ നമുക്കത് കിട്ടാറുണ്ട്, പക്ഷേ റമദാനല്ലാത്ത 11 മാസവും നമസ്കരിക്കുമ്പോൾ ആ നമസ്കാരമൊക്കെ കേവലം ഒരു അധര വ്യായാമമായി പലപ്പോഴും മാറിപ്പോകുന്നു എന്ന് നമുക്ക് തോന്നുകയാണ്, നമ്മുടെ മനസ്സിൽ തോന്നുകയാണ്. ആളുകൾ അതിനെ മാർക്കിടുകയല്ല, വിലയിരുത്തുകയല്ല. അപ്പൊ ചിലപ്പോൾ എല്ലാ നമസ്കാരവും എവിടെ എത്തി എന്ന് വരെ സംശയം ഉണ്ടാവും. ഇമാമിന് പലപ്പോഴും ചില സന്ദർഭങ്ങളിൽ മറവി സംഭവിക്കാറുണ്ട്. മറവി എല്ലാവർക്കും സംഭവിക്കും, ഇമാമിങ്ങൾക്ക് മാത്രമല്ല, വലിയ വലിയ മക്കയിലെ ഹറമിലെ ഇമാമിങ്ങൾക്ക് വരെ മറവികൾ സംഭവിക്കാറുണ്ട്. അത് മനുഷ്യ സഹജമാണ്. അപ്പൊ ആ മറവി സംഭവിക്കുമ്പോൾ പോലും പല മാമൂമിയങ്ങൾക്കും സുബ്ഹാനല്ലാഹ് എന്നുപോലും പറയാൻ കഴിയാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? ഇമാമിന് തെറ്റി, ഇനി എനിക്കും ഒരു കൃത്യമായിട്ട് ഓർമ്മയില്ല, 4 റക്അത്ത് തന്നെയാണോ 5 ആണോ 3 ആണോ എന്ന് പലപ്പോഴും മാമൂമിയങ്ങൾക്കും സംശയമാണ്. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ ഏതോ ഒരു ലോകത്താണ് നമസ്കരിക്കുമ്പോൾ അല്ലാഹുമായിട്ടുള്ള മുനാജാത്താണ്, രഹസ്യ സംഭാഷണമാണ്. ഒരാളോട് രഹസ്യ സംഭാഷണം നടത്തുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യാറ്? ആ രഹസ്യ സംഭാഷണം നടത്തുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സൂക്ഷ്മതാബോധം ഉണ്ടാവും, അതാരും അറിയരുതേ എന്നുള്ളൊരു ചിന്തയുണ്ടാവും. അപ്പൊ നമ്മൾ റബ്ബുമായിട്ട് നടക്കുന്ന ഒരു മുനാജാത്താണ് നമസ്കാരം എന്ന് പറയുന്നത്. ആ നമസ്കാരത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ, അതുകൊണ്ട് ഇമാമിന്റെ കൂടി സലാം വീട്ടുമ്പോൾ നമസ്കാരം കഴിഞ്ഞു എന്നാണ് ചിലപ്പോൾ അറിയാറ്. ഇമാമ് നമസ്കാരം തുടങ്ങി 4 റക്അത്തുള്ള നമസ്കാരമാണ്, സലാം വീട്ടുമ്പോൾ എന്നാൽ യാന്ത്രികമായിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന രൂപത്തിൽ ഒരു പുഴ ഒഴുകി പോകുന്നത് പോലെ നമസ്കാരത്തിൽ നിൽക്കുന്ന ആളുകളുണ്ട്. അവിടെയാണ് പ്രവാചകന്റെ ഉപദേശം, നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഉപദേശം ഞാൻ തരികയാണ്. ഇദാ ഖുംതും ഫീ സ്വലാതിക ഫസല്ലി സ്വലാത്തൽ മുവദ്ദിഅ. നിങ്ങൾ അവസാനത്തെ വിടവാങ്ങൽ നമസ്കാരം നിർവഹിക്കുന്നത് പോലെ നിർവഹിക്കണം. ഇനി എങ്ങനെയാണ് ഇങ്ങനൊരു നമസ്കാരം നമ്മൾ നിർവഹിക്കുക? അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതാണ്, പടച്ചവനെ എനിക്ക് ആ നമസ്കാരത്തിന്റെ കൂലി പൂർണ്ണമായിട്ട് ലഭിക്കണം, അല്ലെങ്കിൽ ഇന്നിവിടെ ഈ പള്ളിയിൽ വന്നിട്ട് നമസ്കരിക്കുന്ന ജുമുഅയുടെ പ്രതിഫലം അജ്ർ പൂർണ്ണമായി ലഭിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. എങ്ങനെ അത് ലഭിക്കും? ഒന്ന്, മടിയന്മാരുടെ നമസ്കാരത്തെ കുറിച്ച് നമ്മൾ വിശദീകരിച്ചതാണ് മുമ്പൊരു ആയത്തിൽ. ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഹും. നിഫാഖുള്ള ആളുകളുടെ നമസ്കാരത്തെ പറ്റി പറഞ്ഞ് അവര് യുറാഊനന്നാസ്, ജനങ്ങൾ കാണാൻ വേണ്ടി നമസ്കരിക്കുക, ഈ നാട്ടിലൊരു നമസ്കാരക്കാരനാണ് ഞാൻ എന്ന് കാണിക്കാൻ വേണ്ടി അവർ നമസ്കരിക്കും. അങ്ങനെയുള്ള നമസ്കാരത്തിന് ഭയഭക്തി ഉണ്ടാവില്ല, ഖുശൂ ഉണ്ടാവില്ല. ആളുകൾ പറയും പള്ളിയിൽ ഉണ്ടാകാറുണ്ട്, ജമാഅത്തിന് പങ്കെടുക്കാറുണ്ട്, നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരാണ് എന്നൊക്കെ പറയും. പക്ഷെ നമസ്കരിക്കുന്നത് നമുക്കറിയാം അതുകൊണ്ടൊരു ഭക്തി ലഭിക്കുന്നോ എന്നുള്ളത്. അതുകൊണ്ട് യഥാർത്ഥ വിധം നമസ്കരിക്കുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നു. അവർക്ക് ഖുശൂ ഉണ്ടാവും. ഇന്ന സ്വലാത്ത് തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. അവർ നീചവൃത്തികളിൽ നിന്നും ദുരാചാരത്തിൽ നിന്നും അവരെ തടയും. അവരുടെ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൾ പോലും അത് കൃത്യമായിരിക്കും. ഒന്നും ഒഴിവാക്കേണ്ടതുണ്ടാവില്ല, തള്ളാനൊന്നും ഉണ്ടാവില്ല, കൊള്ളാനേ ഉണ്ടാവും. പക്ഷെ നാം മനസ്സിലാക്കുക, ആ നമസ്കാരം ശരിയായാൽ നമ്മുടെ സംസാരം ശരിയായി.
നമ്മുടെ രീതികൾ ശരിയായി, നമ്മുടെ സ്വഭാവം ശരിയായി, നമ്മുടെ മുഖത്ത് നോക്കുമ്പോൾ വരെ ആളുകൾക്ക് സന്തോഷമുണ്ടാവും. നമ്മുടെ നമസ്കാരം ക്ലിയർ ആണെങ്കിൽ, ശരിയാണെങ്കിൽ. അതുകൊണ്ട് നമ്മുടെ മനസ്സും ശരീരവും നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ അല്ലാഹുവിലേക്ക് ഏകീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഒന്നാമതായി ചെയ്യേണ്ടത്. സഹോദരങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു ഒരു അടിമയുടെ നേരെ അയാളുടെ നമസ്കാരത്തിന്റെ സമയത്ത് മുന്നിട്ട് നോക്കിക്കൊണ്ടേയിരിക്കും. നമ്മൾ നമസ്കരിക്കുമ്പോൾ അല്ലാഹു നോക്കും. ലാ യസാലു അല്ലാഹു അസ്സ വജൽ മുഖബ്ബിലൻ അലാ അബ്ദി ഫീ സ്വലാത്ത്. അല്ലാഹു ഇങ്ങനെ നോക്കും ഓരോ അടിമകളെയും. അല്ലാഹുവിന്റെ അടിമകൾ അല്ലാഹു നോക്കും. എന്നിട്ട് നോക്കുന്ന സമയത്ത് അയാൾ ആ സമയത്ത് മാലം യൽതഖിതു ഫഇദാ സ്വറഫ വജ്ഹുഹു, അയാളുടെ മുഖമൊക്കെ പല ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ പോകുന്നുണ്ട്. അയാളുടെ ശ്രദ്ധ എവിടെയല്ലോ ആണ്. ചില ആളുകൾ നിസ്കരിക്കുമ്പോൾ ചില ആളുകൾ വിചാരിക്കും ഈമാൻ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുമ്പോൾ കൈകെട്ടിയിട്ട് മുകളിലോട്ട് നോക്കുകയാണ്. അങ്ങനെ നോക്കുന്ന ആളുകളാണ്. സുജൂദിന്റെ സ്ഥാനത്തേക്ക് തന്നെ ഒരു സത്യവിശ്വാസിയുടെ ശ്രദ്ധ നമസ്കരിക്കുമ്പോൾ ഉണ്ടാവണം. പ്രവാചകൻ അത് കൽപ്പിച്ചിട്ടുണ്ട്. പല ഭാഗങ്ങളിലേക്ക് നോക്കുന്നവർ, പല ചിന്തകൾ. ഈ 1 മണിക്കൂർ കൊണ്ട് ഇന്നത്തെ മുഴുവൻ പ്ലാനിങ്ങും നമസ്കാരത്തിലും ജുമയിലും നടത്തുന്ന ആളുകളുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? ചെയ്യുന്ന കർമ്മത്തെക്കുറിച്ച് വലിയ ബോധ്യമില്ല, അതിന്റെ പുണ്യത്തെക്കുറിച്ച് ഒരു ധാരണയില്ല. എന്തിനാണ് ഞാൻ അല്ലാഹുവിന്റെ പള്ളിയിൽ ജുമുഅക്ക് വന്നിരിക്കുന്നത് എന്നുള്ള ബോധ്യം പോലും ഇല്ലാതെ നമസ്കാരവും ജുമുഅ ഖുതുബ ശ്രവിക്കലും ഒക്കെ പല ആളുകൾക്കുമുണ്ട്. അവിടെയാണ് അല്ലാഹുവിന്റെ നോട്ടമുണ്ട്. ലാ യറാ അല്ലാഹു അസ്സ വജൽ, അല്ലാഹു നോക്കും. എന്നിട്ടോ അല്ലാഹു നോക്കുമ്പോൾ അയാളുടെ മുഖം തിരിഞ്ഞു കളയുകയാണെങ്കിൽ, അല്ലെങ്കിൽ അയാള് അങ്ങനെ രൂപത്തിൽ അയാൾ ശ്രദ്ധയില്ലാതെ നമസ്കരിക്കുന്നവരാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വജ്ഹഹു അൻസറഫ അൻഹു, അവരിൽ നിന്ന് അല്ലാഹു മുഖം തിരിച്ചു കളയും. പടച്ചോൻ മുഖം തിരിച്ചു കളയും. നോക്കൂ, നമ്മുടെ സ്വഭാവം കേടായാൽ, മോശമായ സ്വഭാവക്കാരായ ജനങ്ങൾ വരെ നമ്മളിൽ നിന്ന് പുറംതിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങളെങ്ങാൻ ഒരു പരുഷ സ്വഭാവക്കാരനായിരുന്നു മക്കയിലുള്ള മുഴുവൻ ആളുകളും പ്രവാചകരെ നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോവുകയായിരുന്നു. റസൂലുള്ളാഹിന്റെ സമീപനം എന്തായിരുന്നു? പ്രവാചകന്റെ സമീപനം കാരുണ്യത്തോടുകൂടിയുള്ള സമീപനമായിരുന്നു. മുശ്രിക്കുകളോട് പോലും പ്രവാചകൻ ഇടപെട്ട രീതികൾ അങ്ങനെയായിരുന്നു. കഴുത്തിൽ പ്രവാചകന്റെ മുണ്ട് മുറുക്കിയിട്ട് റസൂലിനോട് ഒരു ആറാബി മദീനത്ത് പറയുണ്ടായി, മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ അടുത്തുള്ള കുറെ ദിനാറും ദിർഹവും പൈസയൊക്കെ എനിക്ക് വേണമെന്ന് പറഞ്ഞു. പ്രവാചകൻ ആ സമയത്ത് പ്രവാചകൻ തിരിച്ചടിക്കുകയല്ല പ്രവാചകൻ ചെയ്തത്. നമ്മുടെ കഴുത്തിലാണ് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുകയാണെന്ന് ആലോചിച്ച് നോക്കൂ. കാരുണ്യത്തിൽ റഹ്മത്തുൽ ആലമീൻ, ഈ ലോകത്ത് കാരുണ്യം എന്തെന്ന് പഠിപ്പിക്കാൻ വന്ന പ്രവാചകൻ അവൻ എന്തെങ്കിലും കൊടുക്കൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്തെങ്കിലും കൊടുത്തു വിടൂ. നോക്കൂ, അതിന്റെ അർത്ഥം ഒരാൾ കഴുത്തിൽ മുണ്ടിട്ട് മുറുക്കുമ്പം അയാളെ ഒന്നും ചെയ്യാതെ പ്രതിരോധിക്കാതെ നിൽക്കണമെന്നല്ല പ്രവാചകൻ പഠിപ്പിച്ചു. അത്രമേൽ പ്രവാചകൻ ക്ഷമയുടെ നെല്ലിപ്പടി വരെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നിരുന്നു. അത്രയൊന്നും പോയിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ ക്ഷമിക്കാനും കുറച്ചൊക്കെ ശ്രദ്ധിക്കാനും ഒക്കെ സഹോദരങ്ങളെ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഭക്തി കിട്ടുന്നില്ല, ഖുശൂ കിട്ടുന്നില്ല എന്ന് പറയുന്ന ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖൽബി ലാ യഖ്ശ. പടച്ചോനെ, ഭക്തി ഇല്ലാത്തൊരു ഹൃദയം എനിക്ക് നൽകല്ല പടച്ചോനെ. നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുക ഈമാന് വേണ്ടിയാണ് ചോദിക്കുന്നത്. ഈമാനുള്ളൊരു മനസ്സ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന, പ്രവാചകൻ ഔദു, ശരണം ചോദിക്കുന്നു. അല്ലാഹുവേ ലാ യഖ്ശ, ഭക്തിയില്ലാത്തൊരു മനസ്സിൽ നിന്നൊരു ഹൃദയത്തിൽ നിന്ന് റബ്ബേ നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. അതുകൊണ്ടാണ് ഭക്തിയുള്ളവർക്ക് നേരത്തെ പള്ളിയിൽ വരാൻ കഴിയും. ഭക്തിയുള്ളവർക്ക് ജുമുഅ ദിവസം അവർക്ക് മാനസികമായിട്ടൊരു സന്തോഷം ഉണ്ടാവും. ഭക്തിയുള്ളവർക്ക് നേരത്തെ ജുമുഅയുടെ നിയ്യത്ത് വെച്ച് കുളിച്ച് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് നിർമ്മിച്ച വീട്ടിൽ നിന്ന് ഇറങ്ങിത്തിരിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഭക്തിയില്ലാത്ത മനുഷ്യൻ ഏത് സമയത്തും, ഭക്തി എന്ന് പറഞ്ഞാൽ റമദാനിലും ഏതെങ്കിലും ഒരു സീസണിലുള്ള സംഗതിയൊന്നുമില്ല. മലയാളത്തിൽ ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഒരു ആത്മീയത ഭക്തി എന്നൊക്കെ പറഞ്ഞാൽ, ഇസ്ലാമിന്റെ ഭക്തി എന്ന് പറഞ്ഞാൽ കൊക്കില് ജീവനുള്ളപ്പോൾ നമ്മുടെ ശരീരത്തിൽ റൂഹുണ്ടോ അപ്പോഴൊക്കെ നമുക്ക് ഭക്തി വേണം, ഈമാൻ വേണം. അപ്പൊ ഈമാൻ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാക്കരുതേ എന്ന് അല്ലാഹുവിനോട് ചോദിക്കണം. മിൻ ഖൽബി ലാ യഖ്ശ, അല്ലാഹുവേ ഭക്തി ഇല്ലാത്തൊരു മനസ്സിന്റെ ഉടമ എന്നെ ആക്കരുതേ. വമൻ നഫ്സി ലാ തശ്ബഅ, അല്ലാഹുവേ ആർത്തിയടങ്ങാത്തൊരു മനസ്സിനുടമയാക്കരുതേ. എന്താ ആർത്തി എന്ന് പറഞ്ഞാൽ? ഭക്ഷണത്തിന്റെ കാര്യം മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും ആർത്തി ഉണ്ടാവും മനുഷ്യന്.
ആ ആർത്തി ഉണ്ടാക്കുന്ന ഒരു മനസ്സ് എനിക്ക് നൽകണമേ ഇതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. കഴിഞ്ഞ ഖുതുബയിൽ നമ്മളത് വിശദീകരിച്ചതാണ്. വീണ്ടും പ്രവാചകൻ പ്രാർത്ഥിച്ചു, വമൻ അൽമി ലാ യൻഫഉ, അല്ലാഹുവേ ഉപകാരമില്ലാത്ത അറിവ്. അല്ലേ, എത്രയാണ് സ്ക്രീൻ ടൈം ഇപ്പം നമ്മുടെ ശരാശരി ഒരു മലയാളി 8 മണിക്കൂർ അവന്റെ സ്ക്രീൻ ടൈം ഉണ്ടല്ലോ മൊബൈലിൽ. പലതും വാട്സാപ്പിലായിരിക്കാം, ഇൻസ്റ്റയിലായിരിക്കാം, ഫേസ്ബുക്കിലായിരിക്കും, പലതിലുമായിരിക്കാം. ഇപ്പൊ നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, വളരെ ഭീതിജനകമായ അവസ്ഥയിലേക്കാണ് ഇന്നത്തെ വിദ്യാർത്ഥി തലമുറ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ 2-3 ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ കൂടെ പഠിക്കുന്ന സഹപാഠികളാണ് തന്റെ കൂടെ പഠിക്കുന്നവരുടെ കൃഷ്ണമണി അടിച്ചു പൊട്ടിച്ചത്. എവിടെ എത്തി നമ്മുടെ കുട്ടികൾ? എവിടെയാണ് സ്നേഹമുള്ളത് നമ്മുടെ മക്കൾക്ക്? കൂടെ ഒരേ ബെഞ്ചിലിരിക്കുന്ന മക്കളോട് പോലും, തന്റെ സഹപാഠിയോട് പോലും മാന്യത വെച്ചു പുലർത്താൻ കഴിയാതെയാണ് ഇന്നത്തെ വിദ്യാർത്ഥി തലമുറ വളർന്നു വരുന്നത്. പോലീസിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അധ്യാപകരൊക്കെ കൈമലർത്തുകയാണ്. PTA കമ്മിറ്റി അടികൊണ്ട് കൃഷ്ണമണി പൊട്ടിയതിനു ശേഷമാണ് ജാഗ്രതാ സമിതി ഉണ്ടാക്കുന്നതും അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. ആലോചിച്ച് നോക്കൂ, എല്ലാ നാട്ടിലും വളരെ ജാഗ്രതയോടുകൂടി മഹല്ല് കമ്മിറ്റിയും രക്ഷിതാക്കളൊക്കെ ഉണരേണ്ട സമയമായിട്ടുണ്ട്. നമ്മൾ വളർന്നു വരുന്ന മക്കൾ 18-19 വയസ്സുള്ളവർ കുട്ടി ക്രിമിനലുകളായി, കുട്ടി തമ്മാടികളായി വളരുന്നു. എന്തുകൊണ്ട് അവരെവിടെയും പിടിക്കപ്പെടുന്നില്ല? അവരെ മോചിപ്പിക്കാൻ ആളുണ്ട്, അവരെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ചില കമന്റുകൾ, അത് ജൂനിയേഴ്സ് ഇടുമ്പോഴത്തേക്ക് സീനിയേഴ്സ് അവരെ പിടിച്ച് തല്ലുകയും അവരോട് മോശമായി പെരുമാറുകയും ചിരിക്കാൻ വരെ പാടില്ല എന്ന് വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളാണ് നമ്മുടെ പരിസരത്തുള്ളത്. ഞാൻ ഈ പറഞ്ഞത് ഏതെങ്കിലും ഒരു ജില്ലയിലെ കാര്യമല്ല, നമ്മുടെ അടുത്തുള്ള 2 സ്കൂളുകളിലെ കാര്യമാണ്. അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി നിൽക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം. സ്കൂളിൽ പഠിക്കുന്നത്, ക്യാമ്പസിൽ പോകുന്നത്, കോളേജിൽ പോകുന്നതൊക്കെ നാഫിയായ ഇൽമ് കിട്ടാനാണ്. ആളുകൾ പറയും ഡോക്ടർ ആവാനാണ്, എഞ്ചിനീയർ ആവണം. ആദ്യം മനുഷ്യനാകണം, മനുഷ്യത്വം ഉണ്ടാകണം. കൂടെ പഠിക്കുന്നവരെ, സ്വന്തം ആളുകളെ തിരിച്ചറിയാൻ കഴിയണം. അതെങ്ങനെ കിട്ടുന്നറിയോ? പടച്ചവനോട് ചോദിക്കണം, അല്ലാഹുവേ നാഫിയായ ഇൽമു നൽകണമേ. അത് മദ്രസയിൽ പോകുമ്പോൾ മാത്രമല്ല. ചില രക്ഷിതാക്കൾക്ക് ഒരു ധാരണ ഉണ്ട്, മദ്രസയിൽ പോയിട്ട് മാത്രമാണ് ദീൻ പഠിക്കുന്നത്. ദീൻ എന്ന് പറഞ്ഞാൽ എവിടെ, ലോകത്തിന്റെ ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണെങ്കിലും, അവിടെ നീ ബയോളജി പഠിക്കുകയാണെങ്കിലും, കെമിസ്ട്രി പഠിക്കുകയാണെങ്കിലും, ഫിസിക്സ് പഠിക്കുകയാണെങ്കിലും, ഏത് തീസിസ് ആണെങ്കിലും, PhD എടുക്കാൻ പോയാലും, അവിടെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ദീനുണ്ട്, നാഫിയായ ഇൽമുണ്ട്. പഠിച്ചുകൊണ്ട് ചോദിക്കണം, അല്ലാഹുവേ ഉപകാരപ്രദമായത് മാത്രമേ അല്ലാഹു എനിക്ക് നൽകാവൂ. ആവശ്യമില്ലാത്ത ഇൽമു നൽകരുതേ. ആവശ്യമില്ലാത്ത ഇൽമിന്റെ പിറകെ പോയി എന്റെ സമയം ചെലവഴിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെ ആക്കരുതേ എന്ന് പ്രിയപ്പെട്ട മക്കളെ ദുആ ചെയ്യണം അല്ലാഹുവിനോട്. ഇല്ലെങ്കിൽ എന്താണെന്നറിയോ? ഇല്ലെങ്കിൽ നമ്മളുടെ കൈ ആളുകൾക്കെതിരെ പൊങ്ങും. തിരിച്ച് പല ആളുകളുടെയും കൈ നമ്മുടെ മുഖത്ത് വരും, നമ്മുടെ ശരീരത്തിൽ വരും. അതുകൊണ്ട് റബ്ബിനോട് കാവലിൽ ചോദിക്കുക, പ്രാർത്ഥിക്കുക. അത്തരം ഗ്യാങ്ങുകളിലൊന്നും, ഇൻസ്റ്റയിലോ ഇൻസ്റ്റാ ഗ്രൂപ്പുകളിലൊന്നും നമ്മൾ ഉണ്ടാകാൻ പാടില്ല. അതിൽ അർമാദിക്കുകയാണ് ഇന്നിന്റെ തലമുറ. വലിയ ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്. ഇന്നത്തെ രക്ഷിതാക്കളും ഇന്ന് വളർന്നു വരുന്ന 2000-ന് ശേഷം ജനിച്ച കുട്ടികളും തമ്മിൽ ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്. അവരുടെ സൈബർ ഇടങ്ങളെ കുറിച്ച് വലിയ ധാരണ ഇന്നത്തെ പൊതുസമൂഹത്തിനും, മാന്യവാരമാർക്കില്ല, ഉസ്താദുമാർക്കില്ല, മൗലവിമാർക്കില്ല, പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് പോലും ഇല്ല എന്നാണ് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, അവരുടെ ഇടങ്ങൾ പിന്തിരിപ്പിക്കണം, അവരുടെ തിന്മകളിൽ നിന്ന്. അവരോട് പറയണം, അവൻ ഉപകാരമുള്ള ഇൽമിന് വേണ്ടി ദുആ ചെയ്യാൻ അവരോട് കൽപ്പിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അവൻ വീണ്ടും പ്രവാചകൻ പ്രാർത്ഥിച്ചു, അല്ലാഹുവേ സ്വീകരിക്കപ്പെടാത്ത ദുആ അത് നിന്നെ എന്നിൽ നിന്ന് തട്ടിമാറ്റണമേ. ഈ പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 4 ദുആകളാണ് പ്രവാചകൻ പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ പ്രാർത്ഥന നമ്മൾ നിർവഹിക്കണം. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ആദ്യം ഈ സമൂഹത്തിൽ നിന്ന് ഉയർത്തപ്പെടുന്നത് അവ്വലു ശൈഇൻ യർഫഉ മിൻ ആദി ഉമ്മത്തിൽ ഖുശൂ. ഈ സമുദായത്തിൽ നിന്ന് ആദ്യം എടുക്കപ്പെടുക, നമ്മളെ വലിയ വീട് പൊളിഞ്ഞു പോകല്ലേ, നമുക്ക് വാഹനമില്ലാതാവുകയില്ല, നമ്മുടെ ശരീരത്തിന് മാരകമായ രോഗങ്ങൾ ബാധിച്ച് മുസ്ലിം ഉമ്മത്ത് ഈ പ്രദേശങ്ങളിൽ, ഈ മഹല്ലിൽ ഒന്നായിട്ട് നശിച്ചു പോകുകയല്ല ചെയ്യാം. 2-3 കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പ്രവാചകൻ, ഒന്ന് പണ്ഡിതന്മാരെ അല്ലാഹു ഉയർത്തും എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാര് മരണപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. നമുക്ക് ഇൽമു പകർന്നു തരുന്ന ആളുകൾ. രണ്ടാമത്തെ ഭയഭക്തി, ലജ്ജയുണ്ടോ ഇന്ന് മനുഷ്യന്മാർക്ക്? ലജ്ജയുണ്ടോ? ലജ്ജയില്ലാതെയാണ് അത് നീങ്ങുമെന്നാണ്. ലജ്ജയിൽ ഉടുതുണിയില്ലാതെ ഈ അങ്ങാടിയിലൂടെ നടക്കാൻ ഒരു മടിയുമില്ലാതെ
ആളുകൾ അങ്ങനെയുള്ള ആളുകളായി മാറും. അപ്പൊ പ്രവാചകൻ പറഞ്ഞു, ഭക്തി നഷ്ടപ്പെടും. നിസ്കരിക്കുകയൊക്കെ ചെയ്യും, നിസ്കാരം കഴിഞ്ഞ് റോട്ടുമൊക്കെ അടി ഉണ്ടാവും. നമസ്കാരം കഴിഞ്ഞ് കടയിൽ പോയിട്ട് കൃത്രിമമായ കച്ചവടം ചെയ്യും, കളവ് പറയും, പലിശയുമായിട്ടുള്ള ഇടപാട് നടത്തും. ഇതൊക്കെ മനുഷ്യൻ ചെയ്യും. നമസ്കാരം കൊണ്ട് എന്ത് നേട്ടമാണ്? എന്ത് നേട്ടമാണ് ഒരു മനുഷ്യൻ ലഭിക്കുന്നത്? അവിടെയാണ് പ്രവാചകന്റെ വചനം പുലരുന്നത്. ഭക്തി എടുക്കപ്പെടും. ഒരാളെ പോലും കാണാനില്ലാത്ത ആളുകൾ ഒരാളെ പോലും എണ്ണിയെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഈ സമുദായം മാറുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്റെ പ്രവചനം എന്ന് പറഞ്ഞ കാലാവസ്ഥ നിരീക്ഷകർ പറയുമ്പോഴുള്ള പ്രവചനങ്ങളല്ല. പ്രവാചകന്റെ ഓരോ വചനങ്ങളും ഈ സമൂഹത്തിൽ പുലർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓരോന്നും പ്രവാചകൻ 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞത് ഓരോന്നുമാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി പറഞ്ഞതറിയാം, അവസാന നാളുകളാവുമ്പോഴത്തേക്ക് 2 കാര്യങ്ങളിൽ ഈ ഉമ്മത്ത് അള്ളിപ്പിടിച്ചിരിക്കും. ഒന്ന് ഖംറാണ്, മറ്റൊന്ന് സിനയാണ്, വ്യഭിചാരമാണ്. നോക്കൂ, നിങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കൂ. നമ്മുടെ ഉമ്മത്തിനെയും മറ്റുള്ള സമൂഹത്തിനും ഒന്ന് പരിശോധിച്ച് നോക്കൂ. കള്ളിന്റെയും പെണ്ണിന്റെയും പിറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ. അതിന്റെ പിറകിലാണ് എല്ലാ ഇടങ്ങളിലും, സൈബർ ഇടങ്ങളിലും അല്ലാത്ത ഇടങ്ങളിലും ഒക്കെ അതിന്റെ പിറകിലാണ് ഉമ്മത്തടക്കം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ നഫ്സിനെ ആദ്യം രക്ഷപ്പെടുത്തുക, നമ്മുടെ കുട്ടികളെ, നമ്മുടെ ബന്ധുക്കളെ, സുഹൃത്തുക്കളെ ഒക്കെ. അതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അതാണ് പ്രവാചകൻ പറഞ്ഞു. 2ാമത് റസൂൽ പറഞ്ഞു, സംസാരിക്കുമ്പോൾ നിങ്ങൾ നാളെ ക്ഷമ ചോദിക്കേണ്ട അവസ്ഥ വരുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുക. വലാ തുകല്ലമ ബികലാമിൻ തഅ്തദിറു മിൻഹു അദ്ദ. നല്ല വാക്ക് പറയുക. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ. അല്ലാഹുവിനെ സൂക്ഷിക്കാൻ പറഞ്ഞാൽ ആരോടും മിണ്ടാതെ സലാം അടക്കാതെ തലയും താത്തിട്ട് അങ്ങാടി കൂടി നടക്കുക എന്നല്ല. വഖൂലു ഖൗലൻ സദീദ. ആളുകളോട് പറയുമ്പോൾ നല്ല വാക്കുച്ചരിക്കണം, നല്ലത് പറയണം, നല്ലത് ഇഷ്ടപ്പെടുന്നത് പറയണം, ആളുകൾക്ക് വെറുപ്പുണ്ടാക്കുന്നത് പറയരുത്. വഖൂലു ഖൗലൻ സദീദ. 2ാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഉപദേശം. അതുകൊണ്ട് നമ്മുടെ സ്വഭാവത്തിലെ മുഖ്യം എന്ന് പറയുന്നത് സംസാരം. ആദ്യം നമ്മൾ വിലയിരുത്തുക നമ്മുടെ സംസാരം. നമ്മുടെ ഇട്ട ഷർട്ടിന്റെ വിലയോ, അത് ഏത് ബ്രാൻഡാണോ, നമ്മൾ ധരിച്ച വാച്ചോ, നമ്മൾ ഉപയോഗിക്കുന്ന വാഹനം ഒന്നും അത് നമുക്ക് തോന്നുകയാണ്. നമ്മളെ വിലയിരുത്തുക നമ്മുടെ സംസാരമാണ്. നമ്മുടെ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളുമാണ് ആളുകൾ അടിവരയിടുക. അത് ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമ്മുടെ സംസാരം ശരിയാവണം. ഒരു കാര്യം കേട്ട് മനസ്സിലാക്കാതെ എടുത്തു ചാടി സംസാരിക്കരുത്. അങ്ങനെയുണ്ട് ചില ആളുകൾ, ഞാൻ അവിടെ ഇടപെട്ടിട്ടില്ലെങ്കിൽ പ്രശ്നമാണല്ലോ, 2 വർത്താനം ഞാനും പറയണ്ടേ എന്നും പറഞ്ഞ് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ, ഇടങ്ങളിൽ, സദസ്സുകളിൽ പോയി സംസാരിക്കുന്ന ആളുകളുണ്ട്. ഇടപെടാൻ പാടില്ല. കൃത്യമായി കാര്യം മനസ്സിലാക്കണം. എടുത്തു ചാടി സംസാരിക്കരുത്. നമ്മളാണ് തീരുമാനം പറയുന്നതെങ്കിലും നന്നായി ആലോചിച്ച് പറയണം, ചിന്തിച്ച് പറയണം. പലപ്പോഴും മധ്യസ്ഥം പറയാൻ പോകുന്ന ആളുകളൊക്കെയാണ്, മസലാത്തിലൊക്കെ പോകുന്ന ആളുകളുണ്ടാവും. പൊതുസമൂഹത്തിൽ മഹല്ല് കമ്മിറ്റിക്കാർ, രാഷ്ട്രീയ സംഘടനയുടെ നേതാക്കന്മാർ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. മധ്യസ്ഥം പറയുന്ന വിഷയത്തിൽ പോലും ഒരു വാക്ക് പറയുന്നുണ്ടെങ്കിൽ അത് ആലോചിച്ച് ഖൗലൻ സദീദ, നല്ല വാക്ക്, നല്ലത് ഉച്ചരിച്ച് കൃത്യമായി പറയണം. തെറ്റായ സംസാരം കൊണ്ട് ആളുകൾ അകലാനോ ബന്ധങ്ങൾ മുറിഞ്ഞു പോകാനോ പാടില്ല. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയാണ്. അതുകൊണ്ട് പരസ്പരമുള്ള സംസാരം മാത്രമല്ല, സോഷ്യൽ മീഡിയയിലുള്ള ഇന്നത്തെ കാലത്ത് എല്ലാ രംഗത്തുമൊക്കെ നമ്മുടെ ലൈക്കും ഷെയറും കമന്റും ഒക്കെ നിമിഷ നേരം കൊണ്ട് എത്രയോ ആളുകളിലേക്ക് എത്തുന്നു എന്നുള്ള ബോധ്യം നമുക്ക് വേണം. ആ ബോധ്യത്തോടു കൂടി നമ്മുടെ സംസാരം നന്നാക്കി നല്ല അടിമകളായി നമ്മളെല്ലാവരും ജീവിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. യാ അയ്യുഹന്നാസ് ഊസികും ബിത്തഖ്വല്ലാഹ്. സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും വിധിവിലക്കുകളും കർമ്മങ്ങളും ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് അല്ലാഹുവിൻ്റെ നല്ല അടിമകളായി ജീവിക്കാൻ നമ്മളെല്ലാവരും കൃത്യമായി സൂക്ഷ്മത പുലർത്തണമേ എന്ന് വിശുദ്ധമായ ഈ വെള്ളിയാഴ്ച ഒരിക്കൽ കൂടി സ്വയം മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയോട് 3ാമതായി പറഞ്ഞ കാര്യം,
ജനങ്ങളുടെ കയ്യിലുള്ളത് ആഗ്രഹിക്കാതിരിക്കുക. ജനങ്ങളുടെ കയ്യിൽ പലതും ഉണ്ടാവും. അതുകൊണ്ടുള്ളത് കൊണ്ട് ധന്യമായി തൃപ്തിപ്പെട്ട് ജീവിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവുക എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യാചനയുമായി ബന്ധപ്പെട്ട കാര്യം ഒരു സ്ഥലത്ത് വിശദീകരിക്കുന്നു. ലാ തസാലു അസ്അലതു ബി അഹ്ദീകും ഹത്താ യൽഖല്ലാഹു വലൈസ ഫീ വജ്ഹി മുസ്അത്തുൻ ലഹ്മ. യാചന കാരണമായ ഒരാൾ അല്ലാഹുവിനെ കണ്ടുമുട്ടുകയാണെങ്കിൽ അയാളുടെ മുഖത്ത് തീരെ മാംസം ലഹമുണ്ടാവില്ല എന്നാണ് പ്രവാചകൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ മുഖത്തുള്ള മാംസം പ്രത്യേകമായ ഒരു നഖം ഉപയോഗിച്ച് അയാൾ ഇങ്ങനെ മാന്തി ഒഴിവാക്കിയിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ അടുത്ത് എന്താണോ ഉള്ളത് അത് പരമാവധി ഉപയോഗപ്പെടുത്തി സംതൃപ്തിയോടുകൂടി അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാവുക എന്നുള്ളതാണ്. പരമാവധി ജോലി ചെയ്ത് ജീവിക്കാനാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉപദേശിച്ചിട്ടുള്ളത്. മഹാനായ സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങളൊരാൾ റസൂലുള്ളാഹി പറയുകയാണ്, നിങ്ങളൊരാൾ കയറെടുത്ത് മലയിൽ പോയി തന്റെ മുതുകിൽ ഒരു കെട്ട് വിറക് ചുമന്നു കൊണ്ടുവന്ന് അത് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് കുടുംബം പോറ്റുകയും തന്റെ ആവശ്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നവരാണ് ഈ ഭൂമിയിൽ ഏറ്റവും ഉന്നതനായ മനുഷ്യൻ എന്ന് പറഞ്ഞു. എന്തിനാ ഈ വിറക് വെട്ടുന്നതും വിറക് കെട്ടുന്നതും ചുമടെടുക്കുന്നതൊക്കെ പറഞ്ഞു? നമ്മുടെ സമുദായത്തിൽ ഒരു ചിന്തയുണ്ട്, ചില ജോലികൾക്ക് മാത്രമേ പവിത്രതയുള്ളൂ, ചില ജോലി ചെയ്താൽ മാത്രമേ അതിൻ്റെതായ പ്രത്യേകതയുള്ളൂ, അതിന് മാത്രമേ പുണ്യമുള്ളൂ എന്നൊക്കെ കരുതുന്നത്, അല്ലെങ്കിൽ അതിന് മാത്രമേ സമൂഹത്തിൽ നിലയും വിലയുമുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ മക്കളുടെ കഴിവെന്താണോ ആ കഴിവിനനുസരിച്ച് അവരെ പഠിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് അവരെ സമൂഹത്തിന്റെ ഉന്നത മേഖലകളിലേക്കും വ്യത്യസ്ത തലങ്ങളിലേക്കും കൊണ്ടുവരാനുള്ള രീതിയിലായിരിക്കണം നമ്മുടെ രക്ഷാകർതൃത്വം. അല്ലാതെ എല്ലാവരെയും സയൻസിന് പറഞ്ഞേക്കുക, എല്ലാവരെയും ഡോക്ടറാക്കുക, എല്ലാവരെയും എഞ്ചിനീയർ ആക്കുക, ആവൂല, അത് നടക്കൂല. ഈ സമൂഹത്തിൽ എല്ലാ വിഭാഗം ആളുകളും വരേണ്ടതുണ്ട്. ഈ സമൂഹത്തിൽ എല്ലാ കഴിവുള്ള അള്ളാഹു ഇൻബോണായിട്ട് ജനിത്തറ്റിക്കായിട്ട് അള്ളാഹു ഓരോ കഴിവ് നൽകിയിട്ടുണ്ട് ഒരു കുട്ടിക്ക്. അപ്പൊ എനിക്ക് 4 മക്കളുണ്ടെങ്കിൽ എന്റെ 4 മക്കൾക്കും വ്യത്യസ്തമായി അള്ളാഹു നൽകിയ കഴിവിനെ തിരിച്ചറിയുമ്പോഴാണ് ഞാൻ നല്ലൊരു വാപ്പയാവുക, ഞാൻ നല്ലൊരു അധ്യാപകനാവുക, ഞാൻ നല്ലൊരു ഉസ്താദാവുക. ആ കഴിവിനെ തിരിച്ചറിഞ്ഞ് അവർക്ക് അതിന്റെ കൂടെ നിങ്ങൾ എഞ്ചിനീയർ ആക്കിക്കോ, നല്ലൊരു മുസ്ലിം എഞ്ചിനീയർ വരട്ടെ, നിങ്ങൾ ഡോക്ടർ ആക്കിക്കോ, നല്ലൊരു മുസ്ലിം ഡോക്ടർ വരട്ടെ, നല്ലൊരു മുഅ്മിനായ നല്ലൊരു ആർക്കിടെക്ടർ വരട്ടെ, ഒരു സയന്റിസ്റ്റ് വരട്ടെ, എല്ലാം നമ്മുടെ സമൂഹത്തിൽ വരട്ടെ. പക്ഷെ അത് വരുമ്പോൾ അവരിൽ കിബിർ വരാൻ പാടില്ല. ആ കൂട്ടത്തിൽ അവർ അല്ലാഹുവിന്റെ പള്ളിയിൽ വന്ന് 5 നേരം നമസ്കരിക്കുന്നവരായിരിക്കണം, ഖുർആൻ ഓതുന്നവരായിരിക്കണം, നാഫിയായ ഇൽമുണ്ടാക്കുന്നവരായിരിക്കണം. ഈ രൂപത്തിലേക്ക് അവർ പോവുകയാണ്. നമ്മുടെ മക്കൾ, നമ്മൾ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രവാചകന്റെ നല്ല അടിമകളായി, പ്രവാചകന്റെ നല്ല അനുയായികളായിട്ടും അള്ളാഹുവിന്റെ നല്ല അടിമകളായിട്ടും നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള നല്ല അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഇവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ പ്രദേശത്ത്, പ്രത്യേകിച്ച് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പള്ളിയില്ലാത്ത സ്ഥലങ്ങളിൽ പള്ളി നിർമ്മിക്കാൻ വേണ്ടി നമ്മളുടെ കൂട്ടായ്മകൾ എല്ലാ മാസത്തിലെ 2ാം വെള്ളിയാഴ്ചകളിലും നമ്മൾ സ്വതക്ക സ്വീകരിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ പള്ളികളിൽ നിന്നും അത് സ്വീകരിക്കുന്നുണ്ട്. അത് നമ്മൾ കാരണത്താൽ, നമ്മളുടെ ഒരു സഹായം കാരണത്താൽ, നമ്മുടെ ഒരു ഇടപെടൽ കാരണത്താൽ ഒരു പ്രദേശത്ത് അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരു പള്ളി വരികയും അവിടെ കുറെ ആളുകൾ സുജൂദ് ചെയ്യുകയും അവർ തൗഹീദിന്റെ വക്താക്കളാവുകയും ചെയ്യുക എന്നുള്ളത് നമുക്ക് നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ അടുത്ത് പരിഗണന ലഭിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ആവും പോലെ നമ്മൾ ആ പള്ളി നിർമ്മാണത്തിലേക്കുള്ള സ്വതക്ക അതിന്ന് സ്വീകരിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും നൽകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസം കുവൈറ്റിൽ നിന്ന് മരണപ്പെട്ടു. അള്ളാഹു ആ സഹോദരന് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി. അള്ളാഹു എല്ലാവർക്കും, എല്ലാ കുടുംബത്തിനും അള്ളാഹു ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഅഫറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകട്ടെ. അള്ളാഹു മാനസികമായി, ശാരീരികമായി, അതുപോലെ തന്നെ മറ്റു രൂപത്തിലൊക്കെ പ്രയാസപ്പെടുന്ന എത്രയോ ആളുകൾ അള്ളാഹു അവർക്കെല്ലാം ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മക്കൾക്ക് നന്നായി പഠിക്കാനും നല്ല മക്കളാവുവാനും നന്നായി ഇസ്ലാമികമായ മൂല്യത്തോടുകൂടി അവർക്ക് ജീവിക്കാനും ഇടപെടാനും ഒക്കെ നമ്മുടെ മക്കൾക്ക്, സന്താനങ്ങൾക്ക് അള്ളാഹു
തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.